അന്തരിച്ച നടൻ സുധിയുടെ ഭാര്യ രേണു സുധിക്കെതിരെ ഉയർന്ന വിവാദങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. മകൻ ഋതുലിന്റെ കഴുത്തിലെ പൊള്ളൽ മുറിവ്, സുധിയുടെ വീടായ സുധിലയത്തിന്റെ സംരക്ഷണം, ട്രോഫികൾ സൂക്ഷിച്ച രീതി എന്നിവയെല്ലാം രേണുവിനെതിരെ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് രേണു മെയിൻ സ്ട്രീം വണ്ണിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. മകൻ ഋതുലിന്റെ കഴുത്തിന് പിന്നിൽ കണ്ട പൊള്ളൽ മുറിവാണ് രേണുവിനെതിരെ ഉയർന്ന പ്രധാന ആരോപണങ്ങളിലൊന്ന്. കുഞ്ഞിനെ രേണു ശ്രദ്ധിക്കുന്നില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ ചർച്ചയായി. എന്നാൽ ഈ മുറിവിനെ കുറിച്ച് മാധ്യമങ്ങളോട് കൃത്യമായി പ്രതികരിക്കാൻ കഴിഞ്ഞില്ല എന്നതും വിമർശനങ്ങൾക്കിടയാക്കി. ഇതിനെക്കുറിച്ച് രേണു പറയുന്നത് ഇങ്ങനെയാണ്: പ്രസവിച്ചിട്ടില്ലാത്ത മകനായ രാഹുലിനെ പോലും ഒരു കമ്പ് കൊണ്ട് പോലും വേദനിപ്പിച്ചിട്ടില്ലാത്തയാളാണ് ഞാൻ. 13 വയസ്സിലാണ് എനിക്ക് കിച്ചുവിനെ കിട്ടുന്നത്. ഒരു കമ്പ് കൊണ്ട് പോലും ഞാൻ കിച്ചുവിനെ വേദനിപ്പിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഞാൻ ഋതപ്പനെ വേദനിപ്പിക്കുമോ? സുധിച്ചേട്ടന്റെ ചരമവാർഷികത്തിൽ തലേ ദിവസം ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പോഴാണ് കുഞ്ഞിന്റെ കഴുത്തിന് പിന്നിൽ പാടുണ്ടെന്ന് താൻ കണ്ടതെന്ന് രേണു പറയുന്നു. അത് കണ്ട് രേണു കരഞ്ഞു. അമ്മയോടും പപ്പയോടും കുഞ്ഞിന് എന്ത് പറ്റി എന്നാണ് ഞാൻ ചോദിച്ചത്. പറമ്പിൽ ചെള്ളു പോലുള്ളൊരു ജീവിയുണ്ട്. അത് മുറിയിലെല്ലാം ഉണ്ടാകാറുണ്ട്. ഉറങ്ങി എഴുന്നേറ്റപ്പോഴാ മുറിവ് അതിന്റെ ദ്രാവകം കുഞ്ഞിന്റെ കഴുത്തിൽ പറ്റി പൊള്ളിയതാണെന്ന് അവൻ അതിനെ പിടിച്ച് ഞെരുക്കി കാണും. അത്യാവശ്യം നല്ല രീതിയിൽ പാടുണ്ടായിരുന്നു. എന്താണ് കടിച്ചതെന്ന് കുഞ്ഞിനും വ്യക്തമായി അറിയില്ല. നമ്മുടെ ശരീരത്തിലാണ് ആ ജീവി വന്നിരുന്നെങ്കിൽ നമുക്കും അതുപോലൊരു പൊള്ളൽ ഉണ്ടാകും, രേണു വിശദീകരിച്ചു. കുഞ്ഞിനെ പൊള്ളലേറ്റ സംഭവത്തിൽ രേണുവിനെതിരെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ പരാതി ലഭിച്ചുവെന്ന് നടപടി ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഈ പ്രചരണങ്ങളെല്ലാം വ്യാജമാണെന്ന് രേണു വ്യക്തമാക്കുന്നു.